എനിക്ക് എന്റെ അടുത്ത് ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, നമിത എന്താ ചെയ്യുന്നത്, വെളുക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നത്. സത്യം പറഞ്ഞാ ഈ കളർ ഒരു വലിയ സംഭവമൊന്നുമല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ നേരിട്ട് കാണാൻ പറയാം, ഞാൻ അങ്ങനെ വലിയ ഫെയർ ഒന്നുമല്ല, എനിക്ക് പാർവതിയുടെ കളറൊന്നുമില്ല സത്യമായിട്ട്. ഞാൻ ഫെയർ ഒന്നുമല്ല, ഞാൻ മോഡറേറ്റ്, എനിക്ക് ആ മോഡറേറ്റ് ടോൺ ഭയങ്കര ഇഷ്ടമാണ്, ഒരു നോർമൽ ടോൺ മാത്രമാണ്. അപ്പൊ കുറെ പേര് വിചാരിച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത്. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിൽ കളിച്ചും അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓൾറെഡി ടാൻ ആവും. ഞാനൊന്നും എന്റെ ജീവിതത്തെ ആ സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ചു എപ്പോഴാന്ന് അറിയാം, പണ്ട് ഈ കളറുള്ള സൺസ്ക്രീൻ ഉണ്ടായിരുന്നില്ലേ, ടിന്റഡ് സൺസ്ക്രീൻ. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ലിപ് ബാമോ കളർ ഒന്നും ഇട്ടൂടല്ലോ, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇച്ചിരി ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട ലുക്ക് വരാൻ വേണ്ടിട്ട് ഈ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് പോവായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പണ്ട് സൺസ്ക്രീൻ ഇട്ടത്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇത് നോർമൽ ആയിരുന്നു പണ്ട് കുഞ്ഞിനെ തൊട്ടേ. പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയായിരുന്നു. അപ്പൊ അതിലൊരു സ്റ്റോറി നമ്മളിപ്പോ കേട്ടു. അപ്പൊ അതിൽ ഞാൻ കേട്ടായിരുന്നു മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുത്തായിരുന്നു അല്ലേ? മോഹിനിയാട്ടം പഠിക്കാൻ, ഡാൻസ് പഠിക്കാൻ. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഡാൻസ് അപ്പൊ ഞാൻ ക്ലാസിക്കലി ഒരുപാട് കുഞ്ഞിലെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊന്നും ഡാൻസ് പഠിക്കാൻ ആക്കുമല്ല. അപ്പൊ ആ ഒരു ഇതല്ലാതെ ബേസ് അല്ലാതെ ബാക്കി ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു. പക്ഷെ ക്ഷമ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തോണ്ട്. ഡാൻസറാണോ പാർവതി? അത് നല്ല ക്ഷമ വേണ്ടേ, തട്ടടവ് നാട്ടടവ് ഒക്കെ പഠിച്ചെടുക്കാം, നല്ലോണം വേണ്ടേ, കൈയും കാലൊക്കെ വേണം എടുക്കും. പിന്നില്ലേ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പോവാണെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ചെന്നാലും ഭയങ്കര വേദന ഗ്യാപ്പേ എടുക്കാറുള്ളൂ. അപ്പൊ എല്ലാരും പഠിച്ച നല്ല നല്ലതാവുമ്പോ ഞാൻ അവിടെ തന്നെ നിന്ന് ഞാൻ നിർത്തി. അണ്ട് വീണ്ടും നമ്മൾ ഇത് തന്നെ നമ്മൾ കളിക്കേണ്ടി വരും. അപ്പൊ എനിക്ക് തോന്നി ഇതെന്നെ കൊണ്ട് പറ്റുന്നതല്ല, എനിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഡാൻസ് ഒക്കെ പഠിച്ചു. അപ്പൊ ശരണ്യ ചേച്ചി, ആക്ട്രസ് ശരണ്യ ചേച്ചിയുടെ അവർക്ക് ഡാൻസ് സ്കൂൾ ഉണ്ട് ആലപ്പുഴ, അവിടെ പോയി ഡാൻസ് ഒക്കെ പഠിച്ചു, ഡാൻസ് കളിച്ചു. അതിൽ ശരിക്കും ഫുൾ ചുറ്റും വെള്ളമായിട്ടല്ലേ നടുക്ക് വീട്. അപ്പൊ ശരിക്കും റിസ്ക് ആയിരുന്നു അവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ. ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു അവിടെ ഫ്ലഡ്. എത്രയോ വർഷത്തിന് ശേഷം കൈനഗിരി ആലപ്പുഴ ഏരിയ കംപ്ലീറ്റ് ഫ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു, വെള്ളപ്പൊക്കം. അപ്പൊ നമ്മള് വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് ഈ വീടിനകം മൊത്തം വെള്ളപ്പൊക്കമാണ്. അപ്പൊ എല്ലാവരുടെയും കാലിലും മറ്റേ പുഴുക്കടി അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിൽ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ചെയ്യാനായിട്ട്. അടുത്തത് വിക്രമാദിത്യൻ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. കാരണം എനിക്കിപ്പോ റീസെന്റ് ലെന ചേച്ചി ആയിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ ചെയ്ത അമ്മ ക്യാരക്ടേഴ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു അമ്മ ക്യാരക്ടറാണ് അത്. നല്ല സിനിമയായിരുന്നില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണ്. അപ്പൊ ചെയ്യുമ്പോ തന്നെ ലാലുവിൽ അതിന് മുന്നത്തെ പുള്ളിപ്പുലികൾ കഴിഞ്ഞ് വേറൊരു സിനിമ ചെയ്തിട്ടായിരുന്നു. അപ്പൊ എനിക്ക് മാർച്ചിലോ അങ്ങനെ എന്തോ ആയിരുന്നു സിനിമയുടെ ഷൂട്ട് പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്ക് ഫൈനൽ എക്സാമിന്റെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ലാലുവിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫൈനൽ എക്സാം ആണെങ്കിൽ നീ കളയണ്ട, എക്സാം ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുത്ത പടം നോക്കാന്നുണ്ട്. എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഫൈനൽ എക്സാം ആണ് എന്ന് പറഞ്ഞു. അപ്പോഴാ പറഞ്ഞേ എനിക്ക് കുഴപ്പമില്ല, എക്സാം ചെയ്യും, എക്സാം അല്ലേ ഇമ്പോർട്ടന്റ്, അത് നടക്കട്ടെ എന്ന്. ഇല്ല 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 ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശ്വരാ ഒരു 10 ദിവസം മാറിപ്പോണേ, സിനിമ ഒരു 10 ദിവസം മാറിപ്പോണേ. അങ്ങനെ മാറിയോ? മാറി, ഒരു മാസം ഒന്നും മാറി. അത് പറഞ്ഞോ പോയിട്ട്? പറഞ്ഞിട്ടില്ല, ഇതൊന്നും അടുത്ത് പറയാറില്ല. അതൊരു ഭാഗ്യല്ലേ. അയ്യോ, അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആയി പോയല്ലേ. അവരിത് കേക്കണ്ട, എന്റെ പ്രാർത്ഥനയുടെ ബലമാണ്. ഇങ്ങനെ ശരി ഒരു 10 ദിവസം മാറിപ്പോളെ, രാവിലെ എഴുന്നേക്കുമ്പോ ബുക്ക് തുറക്കുമ്പോ 10 ദിവസം മാറിപ്പോളെ. യെസ്, ആ പ്രാർത്ഥന ആരും കുറ്റം പറയില്ല. അത്ര നല്ല ക്യാരക്ടർ ആയിരുന്നു കിട്ടിയത്. പിന്നെ നമ്മുടെ ഉണ്ണിച്ചേട്ടനും ദുൽഖറും എല്ലാം കൂടെ ഭയങ്കര രസം. അതില് കൊങ്ങിണി ലാംഗ്വേജ് ഉണ്ടായിരുന്നു അല്ലേ പഠിക്കാൻ? കൊങ്ങിണി ലൈൻസ് ആയിട്ട് വലുതായിട്ടുണ്ടായിരുന്നല്ലേ, പക്ഷെ പാട്ടിന്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ കൊങ്ങിണി. അപ്പൊ അവരുടെ ഡ്രസ്സിങ്ങും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ അവർ ആ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് സമീപിച്ച് അങ്ങനെയാണ് ചെയ്തത്. മൂക്കൂത്തി, ഞാൻ ആ സിനിമയ്ക്ക് മൂക്കൂത്തി ഒരു കഥയായിരുന്നു. കാരണം എനിക്ക് മൂക്കൂത്തുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ചേരോ ചേരില്ലെന്നൊന്നും അറിയില്ല. അങ്ങനെ ലാലുവങ്ങൾ പറഞ്ഞ മൂക്കൂത്ത. അപ്പൊ ഞാൻ ചോദിച്ചത് പൊട്ടുവെച്ചാ പോരെ, നമ്മള് പണ്ട് പൊട്ടൊക്കെ വയ്ക്കൂലേ, അല്ല മൂക്കൂത്തണോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കുത്തി കഴിഞ്ഞിട്ടൊരു അവരൊരു വലിയ സ്റ്റോണാണ് ഈ കുത്തുന്ന സമയത്ത്, ഗൺ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ കല്ലാണ് ഇടുന്നത്, വലിയ കല്ല, മറ്റേ അമ്മച്ചിമാരിടുന്ന പോലത്തെ കല്ലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം പുള്ളി എന്തോന്ന് ഇത്
അപ്പൊ ഞാൻ പറഞ്ഞു മൂക്കുത്തി. അവ പറഞ്ഞ മാറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡയലോഗ് മാറ്റാൻ പറ്റില്ല, ഇത് ഗണ്ണടിച്ചേക്കുന്നതാ. അപ്പൊ പറഞ്ഞു ഇല്ല ഷോർട്ടിന് ഇത് പറ്റില്ല, ഇതൊരുമാതിരി പഴയ മറ്റേ ഓൾഡ് അമ്മൂമ്മ ലുക്ക്, മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഇത് വലിച്ചെടുത്ത് ഇവര് 15 ദിവസം 12 ദിവസം കഴിഞ്ഞിട്ട് മാറ്റാൻ പാടുള്ളൂ എന്നുണ്ട്. ഞാൻ വലിച്ചെടുത്തോ അങ്ങോട്ട് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി, കംപ്ലീറ്റ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സമീർ ശേഷി ഒരു കുഞ്ഞ് ഡയമണ്ടിന്റെ സ്റ്റഡ് മൂക്കി ഇട്ട് തന്നു. അപ്പൊ ആണി ഇടാൻ പറ്റുന്നില്ല, കാരണം മൂക്കിനാകെ ഇത്രയുണ്ട് ഫുൾ മറ്റേ ചോരയായിട്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ ആണി ഇടാതെ കിടന്നുറങ്ങി. അടുത്ത ദിവസം ഇത് ഇളകിപ്പോയി. ഈ നോസിന്റെ ഇത് അടഞ്ഞു പോയി, ഉടനെ തന്നെ അടഞ്ഞു പോയി. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ചെന്ന് മറ്റേ നോർമൽ കുത്തുന്ന ആളുകളുണ്ടല്ലോ, തട്ടാന്മാര്, അവിടെ പോയിട്ട് മറ്റേ സാധനം വെച്ചിട്ട് ഈ വൂണ്ടില് വീണ്ടും കുത്തി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വേദന അതോടുകൂടി കളഞ്ഞു അല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ചന്ദ്രേട്ടനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 പടം കഴിഞ്ഞപ്പോ എനിക്ക് എന്നെ തന്നെ കണ്ടിട്ടൊരു തൃപ്തി. ഇത് കളഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒക്കെ കുത്തി. സ്ക്രീനിലൂടെ എത്തി മലയാള സിനിമയിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്ത നടിയാണ് നമിത പ്രമോദ്. പണ്ടത്തെ നടിയുടെ ഒരു ഛായയുമായിട്ടാണ് നമിത പ്രമോദ് സിനിമ സീരിയൽ രംഗത്തേക്ക് എത്തുന്നത്. തുടക്കം തന്നെ സൂപ്പർ താരങ്ങളുടെ ഒപ്പമായിരുന്നു. അതായത് കുഞ്ചാക്കോ ബോബന്റെയും നിവിൻ പോളിയുടെയും ഒക്കെ നായികയായിട്ടായിരുന്നു നമിത പ്രമോദിന്റെ അരങ്ങേറ്റം. പിന്നീട് ഫഹദ് ഫാസിലിന്റെ ഉൾപ്പെടെയുള്ള നായികയായി മാറി. സിനിമകളിൽ എല്ലാം തന്നെ ഉജ്ജ്വലമായ അഭിനയമാണ് താരം കാഴ്ചവെച്ചത്. എന്നാൽ തന്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ് നമിത ഇപ്പോൾ.